Next we are discussing about another problem in your exercise 13.1. 13.1 ആണല്ല ഫസ്റ്റ് വൺ 22/7 ആണ് നമ്മൾ പൈയുടെ വാല്യൂ എടുക്കേണ്ടത്. 2 cubes each of വോളിയം 64 സെൻറ്റിമീറ്റർ ക്യൂബ് 64 സെൻറ്റിമീറ്റർ ക്യൂബുള്ള ഓരോ ക്യൂബിന് എത്ര 64 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ആർ ജോയിൻഡ് end to end. Find the surface area of the resulting cube. ഓക്കെ, സോ രണ്ട് ക്യൂബുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൂട്ടി വെച്ചിട്ടുണ്ട് അല്ലേ. ആ ഓരോ ക്യൂബിൻ്റെയും 2 cubes ഓഫ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ് ക്യൂബിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ക്യൂബാണ് അല്ലേ. എ ക്യൂബ് മീൻസ് സൈഡ് ക്യൂബാണ് ഈക്വൽ 64 സെൻറ്റിമീറ്റർ ക്യൂബ് ദാറ്റ് ഈസ് ഗിവൺ. ഓക്കെ, സോ വി നീഡ് ടു ഫൈൻഡ് ഈ സർഫസ് ഏരിയ ഓഫ് ദ റിസൾട്ടിങ് ക്യൂബ്. ഈ രണ്ട് ക്യൂബിൻ്റെയും നമ്മൾ ആഡ് ചെയ്ത് വെക്കുമ്പോഴുള്ള ആ റിസൾട്ട് ആയിട്ട് വരുന്ന ദിസ് ഇൻ ദ ഷേപ്പ് ഓഫ് ക്യൂബോയിഡ് അല്ലേ. ക്യൂബിൻ്റെ ഷേപ്പ് അല്ല, ഇത് ക്യൂബോയിഡ്. രണ്ട് ക്യൂബുകൾ നമ്മൾ കൂട്ടി വെച്ചു. ആ കൂട്ടി വെച്ചപ്പോൾ എന്തായത്, ഒരു ക്യൂബോയിഡിൻ്റെ ഫോമായി. എന്ത് ഫോമായി? ഒരു ക്യൂബോയിഡിൻ്റെ ഫോമായി. അപ്പോൾ നമുക്ക് എന്ത് വേണം, എന്താണ് ക്യൂബോയിഡിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല? വാട്ട് ഈസ് ദ വോളിയം ഓഫ് സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡ്? 2 × LB + BH + HL. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 2 × LB + BH 2 × ബ്രാക്കറ്റ് LB + BH + HL. അതാണ് എന്ത് ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയ കാണാനുള്ളത്. സോ ഇതൊക്കെ കാണി നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് സൈഡ് കാണണം. ഇതിൻ്റെ സൈഡ് കാണണ്ടേ അല്ലേ. സൈഡാണ് നമുക്ക് കാണും, ക്യൂബിൻ്റെ സൈഡ്. So volume of cube equal to A cube. Then A equal എന്ത് വരും, ക്യൂബ് റൂട്ട് ഓഫ് 64 അല്ലേ വരിക അല്ലേ. A equal to ക്യൂബ് റൂട്ട് ഓഫ് 64. That is A cube equal to 64. Then A equal എന്താ വരിക, ഒരു സൈഡ് എന്ത് വരും, A equal to ക്യൂബ് റൂട്ട് ഓഫ് 64. ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് പറഞ്ഞാൽ 4 ആണ് വരിക. കാരണം 4 ക്യൂബ് അല്ലേ വരുന്നത്. 4 ക്യൂബാണ് 64. 4 × 4 × 4 ആണ് നമുക്ക് 64 വരുന്നത്. ദാറ്റ് ഈസ് ദ റിസൾട്ട്. A equal to 4. സൈഡ് A equal to 4 എന്ന് കിട്ടി. അപ്പോൾ ഈ സൈഡ് 4 കിട്ടി, ഇതും 4 ആയിരിക്കും. 4 എവരിവെയർ ഇറ്റ് ഈസ് 4 സെൻറ്റിമീറ്റർ അല്ലേ. ഇത് ക്യൂബാണല്ലോ, ക്യൂബാവും 4 സെൻറ്റിമീറ്റർ. ഇപ്പോൾ ദിസ് ഇസ് ഇൻ ദ ഫോം ഓഫ് എ ക്യൂബോയിഡ്. അപ്പോൾ ഇതിൻ്റെ അടിയിലെ ഫേസ് എന്താണ് വരിക, ദാറ്റ് ഈസ് L. ദിസ് ഈസ് ദ ലെങ്ത്, ദാറ്റ് ഈസ് 4 + 4 ദാറ്റ് ഈസ് L. അതെത്ര വരിക, 8 അല്ലേ വരിക. യെസ്. പിന്നെ അതേപോലെ തന്നെ ഇതെത്ര വരിക, മീൻസ് ബ്രെഡ്ത്ത് ഓൾവേസ് 4 അല്ലേ. ദാറ്റ് ഈസ് B. എന്തായിരിക്കും H. ദിസ് ഇസ് ദ ഹൈറ്റ്, അതും 4. ഇവിടെ എന്തിനാണ് മാറ്റം വരുന്നത്, ഇവിടെ മാറ്റം വരുന്നത് L-ലാണ് വരുന്നത്. രണ്ടും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ രണ്ട് സൈഡും കൂടി 4 + 4 വരും, 8 വരും. So now very simple, we got the LBH. Now we got LBH അല്ല, L ഉം B ഉം H ഉം കിട്ടി. കാരണം എന്താ, ഇവിടെ A cube equal to 64 എന്ന് കിട്ടി. Okay, so surface area of the cuboid. Okay, similarly the edges of another cube is also 4 cm. Now both cubes are joined together and a cuboid is formed as shown. അല്ലേ, രണ്ടും കൂടി കഴിഞ്ഞാൽ എന്താ, ഒരു ക്യൂബോയിഡ് ആയി അല്ലേ. That is both cubes are joined together and a cuboid is formed as shown in the figure. Now the length of the cuboid, equal to L equal to 8 cm and breadth of the cuboid, breadth B 4 cm, no change. And height of the cuboid, how much height, H equal to 4 cm. Length, breadth, height alla, these things we got, length, breadth, height. Now what you can do, you need to find the surface area. Our question is to find the surface area. So surface area alla, that is the total surface area or surface area of the resulting figure or the surface area of the cuboid so formed. Surface area of the cuboid so formed. Surface area of the cuboid so formed equal 2 × bracket LB + BH + H. 2 × LB + BH + H. Now how we can do this? 2 into in bracket what you can do,
എന്താണ് L എന്ന് പറഞ്ഞാൽ L എത്ര 8 അല്ലേ കിട്ടിയത്. L is 8. We got L equal to 8. That is 8 into what is B 4 plus what is B 4 into 4H plus 4 into L 8. 2 into 32 plus 16 plus 32. അല്ലേ? We are getting like this. എന്ത് ചെയ്യാൻ പറ്റും? You can add this. അല്ല നമുക്ക് ആഡ് ചെയ്യാം. 2 into 32 plus 32. How much? 64. 64 plus 16. 70. 80 അല്ലേ വരിക? Okay. So 80 equal to 2 into 80, 160 centimeters square. Therefore, the total surface area or surface area, total surface area തന്നെയാണ്. Total surface area of the cuboid is how much? 160 centimeters square. എന്താണ് രണ്ട് ക്യൂബുകൾ തമ്മിൽ ചേർത്ത് വെച്ചു അല്ല. അപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, രണ്ട് ക്യൂബാണെന്ന് വിചാരിക്കും. ആ രണ്ട് ക്യൂബിൻ്റെ എന്ത് ചെയ്യും, രണ്ടിൻ്റെയും നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ സർഫസ് ഏരിയ കണ്ടെത്തും അല്ലേ. ക്യൂബ് 1ൻ്റെയും ക്യൂബ് 2ൻ്റെയും ഒന്നാമത്തേൻ്റെയും രണ്ടാമത്തേൻ്റെയും എന്ത് ചെയ്യും, നമ്മൾ ടോട്ടൽ സർഫസ് ഏരിയ കാണും. ആ രണ്ട് ടോട്ടൽ സർഫസ് ഏരിയ കൂട്ടും. ഈസ് ഇറ്റ് കറക്റ്റ്? അല്ല. കാരണം എന്താ, അങ്ങനെ നമ്മൾ ഒരു ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയയും മറ്റേ ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയയും കാണുമ്പോൾ ഒരു ഫേസ് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ പോകുന്നുണ്ട്. ഓക്കെ, ആ ഫേസ് ഉള്ളിൽ പോകുന്നുണ്ട്. അത് ലോജിക്കലി നിങ്ങൾ ചിന്തിക്കണത്. ഉള്ളിൽ പോകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും അത് അങ്ങനെ കാണാൻ പറ്റില്ല. ബട്ട് ദാറ്റ് ഈസ് റോങ് കോൺസെപ്റ്റ്. സോ എന്താണോ ഫിഗർ തന്നത്, എന്താണോ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആവണം, അതിൻ്റെ ഫിഗർ ഡെവലപ്പ് ചെയ്യുക. മേ ബി ദ ഫിഗർ ഈസ് ഗിവൺ. അതിലെന്താണ് നമ്മൾ കാണേണ്ടത് നോക്കുക. ചിലപ്പോൾ സബ്ട്രാക്ട് ചെയ്യേണ്ടതിന് ചില ഫേസുകൾ അത് നമ്മൾ ചെയ്യും. So okay, thank you. So in the coming classes we will discuss the next problems. If you can do exercise 13.1. Second problem you should try to do. Okay, രണ്ടാമത്തെ പ്രോബ്ലം നിങ്ങൾ ശ്രമിക്കുക ചെയ്യാൻ. A vessel is in the form of a hollow hemisphere. Okay, so that you should as the homework. Okay, thank you. See you in the next class.